ഈ ഒരു കുറ്റി മുതൽ മറു കുറ്റി വരെയുള്ള ഒരു വീതിയാണ്. ഇതിന്റെ ഈ അപകടം നടക്കുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഒരു വൈഡ് വിഷ്വൽ കാണിക്കുമ്പോൾ ഒരു ശാന്തമായി ഒഴുകുന്ന പുഴയായാണ് തോന്നുക, ശാന്തമായി കെട്ടി നിൽക്കുന്ന ഒരു ഭാഗമായാണ് തോന്നുക. ഈ കോസ്വേയുടെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഒരു ഷട്ടറാണ്. ഇപ്പോൾ ഷട്ടർ തുറന്നു വെച്ച നിലയിലാണ്. കാരണം ഈ ആളിയാർ ഡാം തുറന്ന പശ്ചാത്തലത്തിൽ ഈ ശക്തമായ കുത്തൊഴുക്കുണ്ട് വെള്ളത്തിന്റെ. അത് നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. ഇപ്പോൾ ആ ഒരു ചുഴി പോലെ രൂപപ്പെട്ടിരിക്കുന്നത് ഇതേപോലെയുള്ള ഒരു ഷട്ടറിന്റെ ഒരു ഭാഗമാണ്. അതിനകത്തേക്ക് ആളുകൾ പോയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ആ വിദ്യാർത്ഥികൾ ഇതുപോലെയുള്ള ചുഴി ഓരോ ഭാഗത്തുമുണ്ട്. നമുക്കത് വെള്ളം കുറവുള്ള മേഖലയിൽ മാത്രമാണ് ഇതിലൊരു ചുഴിയായി മനസ്സിലാകുന്നത്. അതിനകത്തേക്ക് പോയിരിക്കുകയാണ്. അതിൽ ഈ ഗൗതം എന്ന വിദ്യാർത്ഥിയെ പിടിച്ച് നിർത്താൻ അവരുടെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഈ കുറച്ച് ആളുകളെ വിളിക്കുകയും ഈ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുറച്ച് സമയം മുൻപാണ് ഈ മരണത്തിന് കീഴടങ്ങിയത്. ഇനി അരുൺ എന്ന വിദ്യാർത്ഥിയെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഈ അരുണിനെ ഈ കണ്ടെത്താനുള്ള ഈ ഒരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരമാവധി ഈ ജീവനോടെ തന്നെ ലഭിക്കണമെന്നൊരു പ്രതീക്ഷയും പ്രാർത്ഥനയിലുമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാം തന്നെ ഈ തിരച്ചിലിന്റെ ഭാഗമാകുന്നത്. ഇപ്പോൾ ഈ പുഴയ്ക്ക് കുറുകെ വടവും മറ്റും കെട്ടി ഈ അങ്ങോട്ട് പോയി ഈ നിലത്ത് കാലുകൊണ്ട് ഇങ്ങനെ തപ്പിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. കാരണം ഏതെങ്കിലും അടിയിലും മറ്റും നിറയെ പുല്ല് വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് വേനൽക്കാലത്ത് ഈ പ്രദേശം എന്ന് പറയുന്നത്. പാലത്തിന്റെ അക്കരെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗമെല്ലാം തന്നെ വലിയ പുല്ല് കെട്ടി നിൽക്കുന്ന ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ ശക്തമായ കുത്തൊഴുക്കാണ് ഉള്ളത്. അങ്ങനെ ആ പുല്ലിലോ മറ്റോ താഴെ ഈ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു പരിശോധനകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്രമാത്രം ഇവിടെ തന്നെ ഉണ്ടാകും, കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാകുമോ എന്നെല്ലാം തന്നെ ഇനി അറിയേണ്ടതുണ്ട്. അതിന് ഈ വിപുലമായ പരിശോധനകൾ ഈ തിരച്ചിൽ നടത്തേണ്ടി വരും. എന്തായാലും വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഈ ചിറ്റൂർ പുഴ കാണാനും കുളിക്കാനുമായി വിനോദസഞ്ചാരത്തിനായി ഈ കോയമ്പത്തൂരിലെ കോളേജിൽ നിന്ന് എത്തിയ 2 വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെടുന്നത്. ഒരാളെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയുള്ള തിരച്ചിലും ശ്രമങ്ങളുമാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരമാവധി ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരെയും മറ്റും എത്തിച്ച് തിരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോഴെന്തായാലും ഈ പാലത്തിന്റെ ഈ കോസ്വേക്ക് അടിയിൽ ആ ഗ്യാപ്പിനകത്ത് ഇല്ല എന്ന ഒരു നിഗമനത്തിലാണ് ഉള്ളത്. ആ കുട്ടികളുടെ ദൃശ്യത്തിൽ നമ്മൾ കണ്ട സ്ഥലത്തും അതോടൊപ്പം അതിന് സമീപത്തെ കോസ്വേക്ക് അകത്തുകൂടി എല്ലാം തന്നെ തിരച്ചിൽ നടത്തി. സ്കൂബ ടീമിനും തിരച്ചിൽ നടത്തുന്നതിന് പല തരത്തിലുള്ള പരിമിതികളുണ്ട്. കാരണം അത്രമേൽ ശക്തമായ ഒഴുക്കും അതിനകത്ത് ഉണ്ട്. അവിടെ എല്ലാം തന്നെ അവരുടെ പരമാവധി ശ്രമം തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ സ്കൂബ ടീം ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള സംവിധാനങ്ങളുള്ള സ്കൂബ ടീം അംഗങ്ങളുണ്ട്. ഇത് കൂടാതെ ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാം തന്നെ തിരച്ചിൽ നടത്തുകയാണ്. ഒരുപക്ഷെ ഈ തിരച്ചിൽ കുറച്ച് സമയം നീണ്ടു നിൽക്കാം. കാരണം വിദ്യാർത്ഥിയെ കണ്ടെത്തുന്ന അരുൺ എന്ന വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ ശക്തമായ കുത്തൊഴുക്കാണ്. വടം കെട്ടിയാണ് ഈ പുഴയിലൂടെ അവർ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നതും മറ്റും. എന്തായാലും നാട്ടുകാരുടെയും മറ്റും സഹകരണം ഉണ്ട്. ഈ വിദ്യാർത്ഥികൾക്കൊപ്പം വന്ന മറ്റു വിദ്യാർത്ഥികളെ ഈ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. എന്തായാലും വലിയ ആശങ്കയോട് കൂടി തന്നെയാണ് ആ കുട്ടികൾ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ ഈ പാലത്തിന് കുട്ടികളുടെയൊക്കെ കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ടോ? ഈ ഗൗതവും അരുണും ഒക്കെ തമിഴ്നാട്ടിലെ എവിടെ നിന്നുള്ളവരാണ്? മരിച്ച ഗൗതമിന്റെ ബന്ധുക്കളെയൊക്കെ കാര്യം അറിയിച്ചിട്ടുണ്ടോ? ഈ ബന്ധുക്കളെയും മറ്റും ഈ കോളേജ് അധികൃതരെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ ഉള്ളത് ഈ രാമേശ്വരം സ്വദേശിയാണ് മരിച്ച ഗൗതം. രാമേശ്വരം നമുക്കറിയാം കോയമ്പത്തൂരിലാണ് പഠിക്കുന്നതെങ്കിലും രാമേശ്വരം ഒരുപാട് ദൂരത്താണ്. ഇവിടെ നിന്ന് അവരുടെ ബന്ധുക്കളെയും മറ്റും വിവരം അറിയിച്ചിട്ടുണ്ട്.
ഇനി ലഭിക്കാനുള്ളത് അരുൺകുമാർ എന്ന വിദ്യാർത്ഥിയാണ്. തമിഴ്നാട് നെയ്വേലി സ്വദേശിയാണ് അരുൺകുമാറിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗൗതമിന്റെ ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ തിരച്ചിൽ അത് ഈ പല രീതിയിൽ തിരച്ചിൽ നടത്തേണ്ടി വരും. ഇപ്പോൾ സ്കൂബ ടീം, മുങ്ങൽ വിദഗ്ധരെല്ലാം തന്നെ ഇതിനകത്ത് പാലത്തിന് താഴ്ഭാഗത്ത്, അതായത് ഈ കോസ്വേയുടെ ഭാഗത്ത് വീണ്ടും തിരച്ചിൽ നടത്തുകയാണ്. ഇതിന് താഴ്ഭാഗത്തേക്ക് മുങ്ങിയും മറ്റും ഈ കോസ്വേക്ക് അകത്തുകൂടിയുള്ള ഗ്യാപ്പിലേക്കും മറ്റും പോയുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ, കോസ്വേക്ക് അകത്ത് ഈ കുടുങ്ങിക്കിടക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത നാട്ടുകാരൊക്കെ പറയുന്നുണ്ടോ? അത് ഈ ഇതിന് അടിഭാഗത്ത് എന്തെങ്കിലും ഇങ്ങനെ കുടുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടോ? അതോ വെള്ളം എളുപ്പത്തിൽ ഒഴുകിപ്പോകാവുന്ന അവസ്ഥ തന്നെയാണോ ഉള്ളത് സാജിദ്? അങ്ങനെ ഈ ഒഴുകിപ്പോയിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. പക്ഷെ അത് നമ്മളോട് നേരത്തെ സംസാരിച്ചത് ഒരു റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അങ്ങനെ പൂർണ്ണമായും ഈ തങ്ങി നിൽക്കില്ല എന്ന് പറയാനും കഴിയില്ല. കാരണം ഈ ഷട്ടറിന്റെ ഏതെങ്കിലും ഭാഗത്ത്, ഷട്ടർ ഇപ്പോൾ തുറന്ന നിലയിലാണ് ഉള്ളത്, അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് ഒരുപക്ഷെ തങ്ങി നിൽക്കാം. പക്ഷെ ഇത്ര വലിയ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയിരിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അവരെല്ലാം തന്നെ കണക്കാക്കുന്നത്. ഇതിൽ വലിയ ഒരു റിസ്ക് എന്ന് പറയുന്നത് വലിയ ഒഴുക്കാണ്. പ്രത്യേകിച്ച് ഈ ഡാം തുറന്നത് കൊണ്ട്, തമിഴ്നാട്ടിലെ ആളിയാർ ഡാം തുറന്നത് കൊണ്ട് തന്നെ വലിയ കുത്തൊഴുക്കാണുള്ളത്. അത് ഈ രക്ഷാപ്രവർത്തനത്തെ മറ്റും ബാധിക്കും എന്നുള്ളതാണ്.